ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു ദിവസം കൂടെ തന്നിരിക്കുകയാണ്. ആണ്ടവർ ചെയ്തിരിക്കുന്ന സകല ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. അവൻ നമ്മളോട് കാണിച്ച കരുണയ്ക്കായി നമുക്ക് സ്തോത്രം പണിയിടാം. ഇന്ന് നമ്മൾ എപ്പിസോഡ് 46 നമ്മൾ വാസിക്കുകയാണ്. അത് എഫെസ്യ ലേഖനം 5:30 തൊട്ടുള്ള വാക്യങ്ങൾ താൻ നമ്മൾ വാസിക്കുന്നത്. നമുക്ക് എന്നെ ആണ്ടവർ ഇന്ന് എന്നെ വചനം നമുക്ക് തരുവാനും നമുക്ക് പാക്കല. ആണ്ടവർ തരുന്ന വചനങ്ങൾ അത് ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ താൻ നമ്മൾ ചൊല്ലുവാൻ തക്കോണം ആണ്ടവർ നമ്മളോട് കൃപ പണുമാറാകട്ടെ. ആണ്ടവർ 29 വാക്യത്തിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ ചൊല്ലുന്നത്, ഒരു മനുഷ്യരും അവരുടെ സ്വന്തം ശരീരത്തെ പയക്കാതെ അല്ലെങ്കിൽ അതിന് ചിത്തമല്ലാത്ത രീതികൾ നമ്മൾ വസിക്കാതെ, അതായത് നമ്മുടെ കൈ നമുക്ക് കൈക്ക് വലിയിരിക്കുവാണെങ്കിൽ നമ്മുടെ കൈ മുറിച്ചിടുമോ, അല്ലെങ്കിൽ കാലിന് വലിയിരിക്കുന്ന കാല് മുറിച്ചിടുമോ, അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് വലിയിരിക്കുന്ന തല കഴുത്ത് മുറിച്ചിടുമോ? ഇല്ല, നമ്മൾ ഒന്നുമേ ചെയ്യാതെ നമ്മൾ എപ്പടി നമ്മുടെ ശരീരത്തെ പാക്കുന്നതോ അപ്പടിത്താൻ നമ്മൾ ആരെ പാക്കണം? നമ്മൾ മനവിയെ പാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ പാക്കണം. അതുതാൻ ഇங்கே എപ്പടി ആണ്ടോർ എപ്പടി നേസിച്ചോ അതുപടി താൻ നമ്മളും നമ്മുടെ മനവിയെ നേസിക്കണം എന്ന് ഇங்கே சொல்லுது. அதுதான் இங்கே നമ്മൾ 29 വചനത്തിൽ എപ്പടി ക്രിസ്തുവും സഭയെ എന്ന പോലെ അതിനെ പോറ്റി പുലർത്തുകയും ചെയ്ത്, അതായത് ആണ്ടവരായ യേശു ക്രിസ്തു അതിനെ എപ്പടി അതിനെ തേവപ്പെടുന്ന എല്ലാം കൊടുത്ത് അതിനെ പോലെ അതിന് തേവയുള്ള എല്ലാം നൽകി അതിനെ എപ്പടി പരിപാലിക്കുന്നു, എപ്പടി അതിനെ പോഷിപ്പിക്കുന്നു, അതേപോലെ താൻ നമ്മുടെ കുടുംബത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തെയും അല്ലെങ്കിൽ നമ്മുടെ മനവിയെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ നമ്മൾ അപ്പടി നേസിക്കണം എന്ന് ആണ്ടവർ ചൊല്ലുന്നത്. 30 വാക്യത്തിൽ, നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. ഇനിയും ആണ്ടവർ നമ്മളോട് ചൊല്ലുന്നത്, നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അല്ലോ. അവയവങ്ങൾ എന്ന് ചൊല്ലിയാൽ ഒരവയവം അല്ല ചൊല്ലിയിരിക്കുന്നത്, അവയവങ്ങൾ എന്ന് ചൊല്ലിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ പാർട്ട് താൻ. അതായത് ഞാൻ ഇപ്പം കൈയുടെ ഒരു വിരലാണെങ്കിൽ മറ്റൊരു സഹോദരൻ മറ്റേ കൈയുടെ വിരൽ അടുത്ത വിരൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു കണ്ണാണെങ്കിൽ മറ്റൊരു സഹോദരൻ മറ്റേ കണ്ണ്, അല്ലെങ്കിൽ ഞാനൊരു ചെവിയാണെങ്കിൽ മറ്റേ സഹോദരൻ വേറൊരു ചെവി, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അല്ലെങ്കിൽ ഓരോരോ പാർട്ടും എന്നതാണ്? ആണ്ടവരുടെ അവയവങ്ങളാണ്. അതായത് നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു കാര്യം പോലും നമുക്ക് മാറ്റി വെക്കാൻ മുടിയാതെ, അതായത് നമ്മൾ ചൊല്ലുക, എൻ്റെ അവയവങ്ങൾ എനിക്ക് ഇത് തേവപ്പെടാതെന്ന് ചൊല്ലിയാൽ നിങ്ങൾക്ക് പറ്റുമോ? അല്ല, നമ്മൾ വിസാരിച്ച് നമ്മൾ ചെയ്യുന്ന ചില ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് അത് ആ ബാക്കിൽ നമുക്ക് ബട്ട് വേണ്ട എന്ന് ചൊല്ലി നമുക്ക് പണ്ണാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ മൂക്കിൽ തണ്ണി വരുമോ, അല്ലെങ്കിൽ അത് മൂക്കിൽ അപ്പടി വരുന്നു, അതുകൊണ്ട് മൂക്ക് വേണ്ട എന്ന് ചൊല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ അതായത് നമുക്ക് തേവയില്ലാത്ത കാര്യങ്ങൾ പോലും എന്നതാ ആണ്ടവരുടെ മുമ്പിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത് നല്ലപോലെ ശ്രദ്ധ വെച്ച് നമ്മൾ പാത്തണം. കാരണം ആണ്ടവർ നമ്മളോട് തന്നെ ചൊല്ലുന്നത്, നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, അതായത് അവൻ്റെ പാട്ട് താൻ. അത് ഒരു പാട്ട് അല്ല, മുഴുവനും അല്ല, ഒരു പാട്ട് ചിന്ന അതായത് നമ്മുടെ ഞരമ്പ് വേറെ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ തൊലി വേറെ, അല്ലെങ്കിൽ മാംസം വേറെ, എല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം വേറെ, മനസ്സ് വേറെ, നമ്മുടെ എല്ലാം കൂടെ കൂടും താൻ ഒരു ശരീരം. അതുകൊണ്ട് താൻ ഇങ്ങനെ ആണ്ടവർ ചൊല്ലിയിരിക്കുന്നത്, എന്നെ ചൊല്ലിക്ക്, നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ, നമ്മളെ പിരിക്ക മുടിയാതെ. അതായത് ആണ്ടവരുടെ ശരീരത്തിൻ്റെ അംഗങ്ങൾ എല്ലാത്തിനുമേ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് നമുക്ക് ചൊല്ലമാട്ടെ. നമ്മൾ അപ്പടി ചൊല്ലുവാന്നുണ്ടെങ്കിൽ അത് ആണ്ടവർക്ക് ചിത്തമല്ല. ആണ്ടവർ ചൊല്ലുന്നത്, നിങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, അതായത് നിങ്ങളില്ലാതെ എൻ്റെ ശരീരം കിടക്കാതെ, നിങ്ങൾ എല്ലാവരും, അതായത് ഒരാളല്ല എല്ലാവരും,
അതിൽ നല്ല 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 പ്രവാചകനിരിക്കെ, ചിലപ്പോൾ നല്ല 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 അപ്പോസ്തലനിരിക്കെ, അല്ലെങ്കിൽ നല്ല ടീച്ചർ ഇരിക്കെ, അല്ലെങ്കിൽ എന്നായാലും എല്ലാം ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന് താൻ എങ്കിൽ ചൊല്ലുക. 31 വാക്യത്തിൽ, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അത് നിമിത്തം അതുകൊണ്ട് പിന്നെയും സബ്ജക്റ്റിലേക്ക് കൊണ്ടുവന്ന്, അതായത് ഭാര്യയെ പറ്റിയുള്ള ബന്ധം പിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് ചൊല്ലുന്നത്? അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അത് നമുക്ക് നല്ലപോലെ വിസ്താരിച്ചിടുക. എന്നാണ് നമ്മൾ വിസ്താരിച്ചിടേണ്ടത്? അപ്പനും അമ്മയും താൻ നമുക്ക് ജന്മം തന്നത്. അന്നേരം അപ്പനും അമ്മയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ? ഇங்கே അപ്പോസ്തലനായ പൗലോസ് சொல்லுது, അപ്പനും അമ്മയും ഇമ്പോർട്ടൻ്റ്. എന്നല്ല നമ്മൾ എന്നാ പറ്റണം. നമ്മൾ കല്യാണം பண்ணி കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരോട് ചേർന്നിരിക്കണം? ഭാര്യയോട് പറ്റി ചേർന്നിരിക്കണം. അതായത് അന്നേരം അപ്പനെ അമ്മയെ കാട്ടി ഇമ്പോർട്ടൻ്റ് എങ്കിൽ ആരെ പറ്റി ചൊല്ലിരിക്കേ? ഭാര്യയെ പറ്റി. എന്തുകൊണ്ട് ഭാര്യ പറ്റിയിരിക്കണം? അപ്പനും അമ്മയും നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ല. ആര് നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ? നിന്റെ ഭാര്യ താൻ നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ. അതായത് നിന്റെ ഭാര്യ താൻ നിനക്ക് മൂല്യമായിരിക്കുന്നത്. അതായത് നീ ഭാര്യയെ നിനക്ക് ഒരു രീതിയിലുമേ നിനക്ക് മാറ്റി നിർത്താൻ മുടിയാതെ. ഞാൻ சொல்லுங்க, ഞാൻ വസനമല്ല, നീ சொல்லு അതുകൊണ്ട് അപ്പനും അമ്മയും വിടണം, അപ്പടിയല്ല ഞാൻ சொல்லுது. ഞാൻ അപ്പനെയും അമ്മയും വിടണമെന്നല്ല ഞാൻ சொல்லுது. ഇങ്ങനെ ആണ്ടോട് சொல்லுது. അതുകൊണ്ട് അതായത് നീ കല്യാണം പണിക്കഴിഞ്ഞാൽ നീ എന്നാ പണണം? നിന്റെ മനവിയോടെ പറ്റിച്ചേരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറ്റിച്ചേരണം. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മൾ ചൊല്ലാൻ മുടിയാതെ. എനിക്ക് മക്കളെ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാരെ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ അമ്മയപ്പനെ വേണ്ട, അല്ലെങ്കിൽ എൻ്റെ താത്ത പാട്ടി അവരെ ആരുമേ വേണ്ട. അപ്പടി നമുക്ക് ചൊല്ലാൻ മുടിയാതെ. അവരെല്ലാം നമുക്ക് തേവയാണ്. അവരെ മാറ്റിക്കൂടാതെ. എന്നാൽ അതിലും കൂടുതൽ പ്രയോറിറ്റി എന്നതാണെന്നറിയുമോ? അതിൽ മുഖ്യമായ വിഷയം നിന്റെ ഭാര്യ, അല്ലെങ്കിൽ നിന്റെ മനവി, അല്ലെങ്കിൽ നിന്റെ പൊണ്ടാട്ടി താൻ നിനക്ക് ഏറ്റവും മുഖ്യം. അതുകൊണ്ട് നീ എന്നാ പറ്റണം? അതുകൊണ്ട് പറ്റിച്ചേരണം. നീ അപ്പനും അമ്മയോട് പറ്റിച്ചേരാൻ മുടിയാതെ. അപ്പനും അമ്മയും അവർ നിന്നെ വളർത്തി കഴിഞ്ഞാൽ അവർ നിന്നെ വിട്ടിട്ട് അവർ നിന്നെ കല്യാണം പണി നിന്നെ മാറ്റുവാന്നുണ്ടെങ്കിൽ അർത്ഥം എന്തുവാ പറ്റി? അവർ തന്നെ ചൊല്ലുക, നീ നിന്റെ ഭാര്യയോട് പറ്റിച്ചേരണമെന്ന്. എന്നും വേണ്ട അപ്പനും അമ്മയും നീ തള്ളിക്കളയാതെ. അതല്ല, കാരണം നമുക്ക് വചനത്തിൽ നമുക്ക് വാസിച്ചിടാം. അപ്പനും അമ്മയും പെരിയ മുഖ്യമായ വിഷയം താൻ, അത് നമുക്ക് മാറ്റാൻ മുടിയാതെ. എന്നാൽ ഇങ്ങ എന്നാ ചൊല്ലുക? ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും. അതുകൊണ്ട് നീ എന്നാ പറയണം? നീ ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അതിൽ മെയിനായിട്ടുള്ള നിങ്ങൾ ഇപ്പോൾ ഒരു ദേഹമായി തീർന്നിരിക്കുകയാണ്. ഒരു ദേഹമായി തീർന്നിരിക്കുക എന്ന് ചൊല്ലിയ അപ്പനും അമ്മയും വേറെ ദേഹം, നമ്മൾ ഭാര്യയും ഭർത്താവും ഒരു ദേഹം. ഒരു ശരീരം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഭാര്യ. അല്ലെങ്കിൽ നിന്റെ ശരീരം എന്ന് ചൊല്ലുക നിന്റെ ഭാര്യയും നീ തലയുമാണ്. അതായത് നീ തലയില്ലാതെ ശരീരം കിടക്കാതെ, ശരീരമില്ലാതെ തല കിടക്കാതെ. അത് രണ്ടുമേ മുഖ്യമായ വിഷയം താൻ. അതുകൊണ്ട് നീ പറ്റിച്ചേർന്ന് കഴിഞ്ഞാൽ നീ ഒരു ശരീരമാവുമ്പോൾ എന്നാ പറ്റും? നീ വേല പണ്ണുമ്പോൾ നിനക്ക് ഒരേ ചിന്ത, ഒരേ തോട്ട്സ്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ നിനക്ക് പോകാൻ പറ്റും. കാരണം അത് മുഖ്യമായ വിഷയം. അതുകൊണ്ടാണ് ഇങ്ങനെ ചൊല്ലു, നീ പറ്റിച്ചേരുന്നു ചൊല്ലിയാൽ നീ അതിനെ മാറ്റാതെ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ദേഹമായി തീരും. ഇതുവരെ 2 ദേഹമായിരുന്നു. നമ്മൾ ഒരു രീതിയിൽ നമ്മൾ ചൊല്ലിയാൽ നമ്മൾ എന്നെ ചൊല്ലും? എൻ്റെ സഹോദരൻ താൻ എൻ്റെ ദേഹം, അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും താൻ ദേഹം. അവർ താൻ എനിക്ക് ജന്മം തന്നത്, അവരുടെ മുഖാന്തരം താൻ ഞാൻ ഈ ലോകത്തിൽ വന്നത്, അവരുടെ രക്തം താൻ എന്നിൽ ഓടുന്നത്, അവർ താൻ എനിക്ക് എല്ലാം മുഖ്യമായ വിഷയം. അവരൊരു ദേഹമായി തീരുമെന്നല്ല ചൊല്ലുന്നത്. നിന്റെ അപ്പനും അമ്മയും നിന്റെ ദേഹമായി തീരുമെന്നല്ല ചൊല്ലുന്നത്. ഒരു ഭാര്യ എന്ന് ചൊല്ലിയാൽ അവളുമായിട്ട് യാതൊരു ബന്ധമായി കിടക്കാതെ, അവളെ നേരത്തെ പാത്താച്ച അവൾ ആരാന്ന് தெரியுமா? ഒരു വേറെ വീട്ടിലെ ഒരു പൊണ്ണുണ്ടായി. ആ പൊണ്ണിനെ നീ കല്യാണം പണി കഴിയുമ്പോൾ നിനക്ക് എന്നാ പറ്റും? നിനക്ക് ഒരു പുതിയ റിലേഷൻ, അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം കിടച്ചിരിക്കുക. ഇതുവരെ നീ സെപ്പറേറ്റ് ആയിരുന്നു, നീ ഇപ്പോൾ ഈ ഒരു ശരീരമായിരിക്കും.
ആണ്ടവരെ വളരെ 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 സീരിയസ് ആയിട്ട് ചൊല്ലുവരെ നിങ്ങൾ ഒരു ദേഹമായി തീരും. അതായത് നിങ്ങളെ പിരിക്കാൻ മുടിയാതെ. അപ്പടി ആരെങ്കിലും പിടിക്കുവാന്നുണ്ടെങ്കിൽ എന്നെ പണുവാ, എൻ്റെ ശരീരത്തിലെ കൈയെ ഞാൻ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എപ്പടി ഇരിക്കും? അല്ലെങ്കിൽ എൻ്റെ കാല് മുറിച്ച് കളഞ്ഞാൽ ഞാൻ എപ്പടി ഇരിക്കും? അല്ലെങ്കിൽ എൻ്റെ ഹൃദയം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എപ്പടി ഇരിക്കും? നീ ഓരോ അവയവത്തിനും ഇമ്പോർട്ടൻ്റ്, എന്നാൽ ശരീരം മുഴുവനും ഇമ്പോർട്ടൻ്റ് താൻ. നമ്മൾ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. അതുതാൻ ആണ്ടവർ சொல்லுது, നിങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കെ. നിങ്ങൾ അതായത് ആണ്ടവരെ വിശ്വസിക്കുന്ന എല്ലാവരും ആണ്ടവരുടെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കെ. അതേപോലെ താൻ നമ്മുടെ ഭാര്യ മനവി അല്ലെ പൊണ്ടാട്ടി അല്ലെങ്കിൽ ഭാര്യ, അത് നമ്മുടെ ശരീരമായിരിക്കെ. നിനക്ക് അവളെ പിരിക്കാൻ മുടിയാതെ. അതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത വാക്യം എനിക്ക് വാസിക്കാൻ എനിക്ക് സമയം கிடைக்காத, എക്സ്പ്ലെയിൻ பண்ணാൻ ടൈം கிடைக்காத. നമ്മൾ 30-31 വാക്യം தான் നമ്മൾ കേട്ടത്. നമ്മൾ பார்த்தது, ஆண்டவர் நம்முடைய இம்பார்ட்டன்ஸ் சொல்லுது. ഭാര്യ ഒരു മുഖ്യமான விஷயம் தான். ഭാര്യയെ നീ നിഗ്ലക്ട് பண்ண முடியாது. കാരണം ആണ്ടവരെ നമ്മളെ നേസിച്ചപ്പോൾ നമ്മളെ എപ്പടി നേസിച്ചാച്ചേ? അവൻ്റെ പൊണ്ടാട്ടി മാതിരി, അവൻ്റെ ഭാര്യ മാതിരി, അല്ലെ അവൻ്റെ മനവി മാതിരി, അവൻ്റെ ശരീരം മാതിരി നമ്മൾ എല്ലാം പാക്കുവാണെങ്കിൽ എന്നതാ? നമ്മൾ ഒന്നാണ്. എപ്പടി ആണ്ടവരെ നമ്മുടെ സഭയും ആയിട്ട് ഒന്നായിരിക്കുന്നുവോ അതേപോലെ നമ്മൾ ഒരു കുടുംബത്തിലെ നാഥൻ എന്ന് ചൊല്ലുന്ന അല്ലെങ്കിൽ ഭർത്താവ് എന്ന് ചൊല്ലുന്നത് അവൻ തലയും ഭാര്യ എന്ന് ചൊല്ലുന്നത് ശരീരവുമായി. அது நமக்கு பிரிக்க முடியாது. நம்ம அது ஆண்டவருடைய சக்தி நம்ம சொல்லுவோம். അതുകൊണ്ട് ഭാര്യയ്ക്ക് ரொம்ப ഇമ്പോർട്ടൻ്റ് கிடைக்குது. നീ ഭാര്യയെ നീ മാറ്റി കളയാൻ പറ്റില്ല. നീ ഭാര്യയെ നിന്ദിക്കാൻ മുടിയാതെ. നീ അപ്പടി ചെയ്യാൻ പാടില്ല. എനിവേ ഞാൻ വെക്കുക. നമ്മൾ വിസാരിച്ചത് എഫെസ്യ ലേഖനം 5:30-31 വാക്യത്തിൽ നമ്മൾ കേട്ടത്. അതുകൊണ്ട് ആണ്ടവർ നമ്മളോട് ചൊല്ലുന്നത് നമ്മൾ പാത്തു നോക്കുക. ആണ്ടോർ നമ്മളെ രക്ഷിച്ചാച്ച്, നമ്മളെ അവൻ്റെ മനവിയാക്കിയാച്ച്, അവൻ്റെ ഭാര്യയാക്കിയാച്ച്, അവൻ്റെ പൊണ്ടാട്ടിയാക്കിയാച്ച്, അവൻ്റെ ശരീരമാക്കിയാച്ച്, അവൻ നമ്മുടെ തലയായാച്ച്. നമുക്കത് എത്ര ഇമ്പോർട്ടൻസ് ഇരിക്കും. അത് എപ്പടി ആയാച്ചേ? ആണ്ടവരെ വിശ്വസിച്ചപ്പോൾ. നീ ആണ്ടവരെ വിശ്വസിക്കാതിരുന്ന നീ ആണ്ടവരുടെ ശരീരമാവാതെ. അതായത് എല്ലാത്തിനുമേ മുഖ്യ കാരണം എന്നതാ? ആണ്ടവരായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിക്കണം. അപ്പടി സ്വീകരിക്കുമ്പോൾ താൻ നീ ആണ്ടവരുടെ ശരീരമാവും. നീ അപ്പോൾ ശരീരമാകുമ്പോൾ എന്നാ പറ്റും? നീ ആണ്ടവരെ നീ സ്തുതിക്കും. നിങ്ങൾ ഒരുമിച്ച് വേണം. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഒരുമിച്ച് വേണം ആണ്ടവരെ നീ സ്തുതിക്കാൻ, ആണ്ടവരെ നമസ്കരിക്കാൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ നമ്പർ പിന്നെയും ഞാൻ ചൊല്ലുന്നത്, എൻ്റെ നമ്പർ 9791843308 9791843308. ഇത് എൻ്റെ നമ്പർ താൻ. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നോട് പേശിയിടാം. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുവാറാകട്ടെ. ആമേൻ.